ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പയും മീൻകറിയാണ്. ആദ്യം നമുക്ക് മീൻകറി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കുക. ചൂടായി വരുമ്പോൾ അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ശേഷം കടുക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു വലിയുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണം. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 3 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വീണ്ടും നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 3 മീഡിയം സൈസിലുള്ള കുടംപുളിയാണ്. ശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം പൊടികളായിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ 4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം കറി ഇതുപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ ഫിഷ് ഇട്ട് കൊടുക്കാം. വീണ്ടും കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അടച്ച് വെച്ച തറ വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വയ്ക്കാം. അതിനായിട്ട് കപ്പ കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളെ കപ്പയും മീൻകറിയും